സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കുകയില്ല. യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ വാക്യം. ആശയക്കുഴപ്പത്തിലായ വഴിതെറ്റിയ അവിശ്വാസികളെ അവർ ആത്മീയ അന്ധകാരത്തിൽ നിന്ന് തന്നെ അനുഗമിപ്പാൻ യേശു ക്ഷണിച്ചു. ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു എന്നും എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചത്തിലുള്ളവരാകും. യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ വാക്യം പഠിക്കാൻ കാണാൻ സാധിക്കും. അവൻ്റെ വെളിച്ചത്തിൽ ഇടർച്ചകൾ, പാവം, അന്ധകാര മേഖല എന്നിവ നമുക്ക് കാണാൻ കഴിയും. അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ പാതയിലേക്കും തൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്തരം അന്ധകാരത്തെ നീക്കം ചെയ്യുവാൻ നാം അവനെ അനുവദിക്കുന്നു. ഇസ്രായേലിലെ മരുഭൂമിയിൽ നയിച്ച അഗ്നിസ്തംഭം പോലെ ക്രിസ്തുവിൻ്റെ വെളിച്ചം നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും മാർഗനിർദ്ദേശം നൽകുന്നു. യോഹന്നാൻ വിശദീകരിച്ച പോലെ യേശു സത്യം യോഹന്നാൻ 1 ആകുന്നു. ഇരുളോ അതിനെ പിടിച്ചെടുക്കില്ല. ജീവിതത്തിൻ്റെ അളിഞ്ഞു തിരിയുന്നതിന് പകരം അവൻ വഴി പ്രകാശിക്കുമ്പോൾ നമ്മുടെ മാർഗനിർദ്ദേശത്തിനായി അവനെ അന്വേഷിക്കാം. ക്രിസ്തുവിൻ്റെ ശുദ്ധീകരണം വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകൾക്കാണ് ആവശ്യമാണ്? നിങ്ങൾക്ക് അവൻ്റെ വെളിച്ചം അന്വേഷിക്കുമ്പോൾ ഏത് രക്ഷകളാണ് നിങ്ങൾ ഒഴിവാക്കുക? പ്രാർത്ഥിക്കാൻ. പ്രിയ ദൈവമേ, അന്ധകാരം നിറഞ്ഞ ലോകത്ത് എൻ്റെ ഹൃദയത്തിലും പാതയിലും അങ്ങയുടെ യഥാർത്ഥ വെളിച്ചം പ്രകാശിപ്പിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.